സർജനുണ്ട്. അങ്ങനെ 3 ആൾ കൂടിയിട്ടാണ് ഇതിൻ്റെ എല്ലാ പരിപാടിയും റെഡിയാക്കിയത്. അവർ 3 ആളും കൂടിയിട്ടാണ് ഇത് ചെയ്തത്. എന്നോട് അനസ്തേഷ്യയുടെ ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ, കുട്ടീനെ എടുത്തിട്ട് അമ്മ ഉള്ളിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഉള്ളിലേക്ക് കയറി മടിയിൽ കിടത്താൻ പറഞ്ഞു. മടിയിൽ കിടത്തിയ ഉടനെ തന്നെ കുട്ടീരെ അടുത്ത ഭാഗത്തെ കൈക്കാന്ന് പെട്ടെന്നൊരു ഇഞ്ചക്ഷൻ അങ്ങ് കൊടുത്തത്. ഇഞ്ചക്ഷൻ കൊടുത്ത ഉടനെ കുഞ്ഞി കണ്ണും മേലോട്ടാക്കിയിട്ട് ആ ബോധം ആ സമയത്ത് തന്നെ പോയിനി. അപ്പോൾ അത് ആണ് അവിടെ അന്നേരം നടന്നിട്ടുള്ളത്. പിന്നെ പറഞ്ഞാൽ കുട്ടീരെ താടിക്കാണെങ്കിൽ മുറി ഇപ്പം നമ്മൾ കാണുമ്പോൾ ഇവിടെ ഒരു മുറിയേ ഇല്ല. ഒരു ചെറിയൊരു സൂചിയുടെ മുറി മാത്രമാണ് താടിക്കുള്ളത്. ഇത്രയും ഈ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ അനാസ്ഥ ഉണ്ടായ വകയിൽ അതിന് വേണ്ടുന്ന നടപടിയും കാര്യങ്ങളെല്ലാം സ്വീകരിക്കാൻ വേണ്ടി എല്ലാ അധികൃതരോടും പറയണമെന്നാണ് മീഡിയക്കാരോടെല്ലാം നമുക്ക് പറയാനുള്ളത്. പ്ലാസ്റ്റിക് സർജറി നടത്തണമെന്ന് ആശുപത്രിക്കാർ ഇങ്ങോട്ട് പറയും. ഡോക്ടർ പറഞ്ഞു, ഡോക്ടറുണ്ട് അവിടെ. എന്നാലേ കുട്ടിക്ക് വലുതായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കല പോകില്ലെന്നും പറഞ്ഞിട്ട്. ഈ അതിനുശേഷം ഇങ്ങനെ കുട്ടിക്ക് പ്രശ്നം ഉണ്ടായതിനു ശേഷം മാനേജ്മെന്റ് അവിടുത്തെ ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്തിനാ ഒപ്പിട്ട് കൊടുത്തത്, അങ്ങനെ രീതിയിൽ സംസാരിച്ചു? അവർ ആദ്യം തന്നെ പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഡോക്ടർ പറഞ്ഞ ഈ തുന്നേണ്ട ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങോട്ട് വരണമെങ്കിൽ 18,000 രൂപ എൻ്റെ ഫീസാവുന്നതെന്ന് പറഞ്ഞത്. ഈ 2 സ്റ്റിച്ചിടാൻ വേണ്ടിയിട്ട് 18,000 രൂപ ഫീസാവുന്നതെന്ന് എൻ്റെ മരുവൻ ഈ കുഞ്ഞിൻ്റെ അച്ഛനോട് പറഞ്ഞത്. എന്നപാട് ഓൻ ചോദിച്ചു. ഓൻ പുറനാട്ടിലായതുകൊണ്ട് ഓൻ ഈ കുറച്ച് ഭാഷയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. മലയാളമെല്ലാം അറിയാമെങ്കിലും അവനിങ്ങനെ പറയും പിടിക്കുകയെല്ലാം ചെയ്യും. അപ്പോൾ ഓൻ ചോദിച്ചത്, എൻ്റെ കുഞ്ഞാ വലുതോ നിങ്ങളെ പണാ വലുതോ എന്ന് ഓൻ എന്നോട് ചോദിച്ചത്. പിന്നെ ഈ സംഭവിച്ചവിടെ അവൻ അവിടുന്ന് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും എൻ്റെ കുഞ്ഞിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കണ്ണൂരെത്തിയിട്ട് തിരിച്ചിവിടെ വരുമെന്നും പറഞ്ഞിട്ടാണ് അവൻ നടന്ന് വിട്ടത്. ഈ അനസ്തീഷ്യ കൊടുക്കുന്നതിന് മുന്നേ ഈ രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നു എന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് ഒന്നും ചോദിച്ചില്ല. ഇവര് ഒന്നും വെള്ളം കൊടുക്കാൻ പാടില്ല, ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവർ പണം മാത്രം അവരുടെ ലക്ഷ്യം, വേറെ ഒന്നുമല്ല അവർ ചെയ്തു. കുഞ്ഞിനെ മയക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഇത് കൊടുക്കുന്നുണ്ട് പറഞ്ഞു. കൊടുക്കുന്നുണ്ടെന്നേ പറഞ്ഞിട്ടു. വേറെ കുട്ടീനെ പറ്റി ഒന്നും അന്വേഷിച്ചില്ല. ഈ കുട്ടി മാസം തികയാതെ പ്രസവിച്ച കുട്ടിയാണ് ഒന്നും ഇവര് ചോദിച്ചില്ല. അവരൊന്നും ഇവര് പറഞ്ഞതാണ് ബേബിയാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് മാത്രമേ ഇവിടെ പിന്നെ അനസ്തേഷ്യ കൊടുക്കുന്നുള്ള എല്ലാ ഡോക്ടർമാരും പറഞ്ഞത്. അപ്പൊ നമ്മളൊരു കസിനും ഡോക്ടറാണ് ഇവിടെ ഉള്ളത്. അപ്പം 3 വയസ്സുള്ള കുട്ടിക്കെങ്കിലും മിനിമം ചെറിയൊരു ഇതിലാണ് ഡോസിലാണ് അനസ്തേഷ്യ കൊടുക്കാറുള്ളൂ പോലും. അപ്പം ഇതിപ്പം പ്രീമച്യൂർഡ് ബേബിയാണ്, മാത്രമല്ല 1.5 വയസ്സുള്ള ബേബിയാണെന്ന് ഇവർക്ക് അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഇതിൽ ഡോസിൽ അനസ്തേഷ്യ കൊടുത്തതാണെന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഇല്ല, അവരെ സൈഡ് മാത്രമല്ലേ പറയുന്നുള്ളൂ. അവരുടെ സൈഡിൽ ന്യായം മാത്രമേ പറയുന്നുള്ളൂ. അവർ മറ്റുള്ളവരൊന്നും പറയുന്നില്ലല്ലോ. ബാക്കി അവർ തന്നെയാണല്ലോ ഞങ്ങൾ ഇവിടത്തേക്ക് അയച്ചത്. അപ്പോൾ അതിനിരുന്നാണ് അവരെ പിന്നെ ഫോൾട്ട് മനസ്സിലാക്കിയിട്ട് അവർ തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചത്. പിഴവ് സംഭവിച്ചു. അവരെ ഭാഗത്തു നിന്നുള്ള കുറച്ച് പിന്നെ ഡോസ് കൂടിപ്പോയ കാര്യം അവർ സംഭവിച്ചല്ലോ. നമ്മുടെ അതിന്റെ പ്രൂഫും ഉണ്ട്, ഓഡിയോ പ്രൂഫും ഉണ്ട് അതിന്റെ. ഒരു ഡോക്ടർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മറ്റ് ഡോക്ടർമാരും ആശുപത്രിയുടെ മാനേജ്മെന്റിനെതിരെയൊക്കെ കേസെടുക്കണമെന്നുള്ള ആവശ്യം കുടുംബത്തിനുണ്ടോ? അതെ, നമ്മൾ ഇപ്പം ഇതിൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഒരു 3 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിക്ക് നമ്മളെല്ലാ ഡോക്ടറോടും സംസാരിക്കുമ്പോൾ അത്രയ്ക്ക് എമർജൻസി എന്തായിരുന്നു എന്നുള്ളതാണ്. അനസ്തേഷ്യ കൊടുക്കാനുള്ള ഈ ഒരു ചെറിയ കുട്ടിക്ക് അനസ്തേഷ്യ കൊടുത്ത് ചെയ്യേണ്ട എന്ത് എമർജൻസി ആയിരുന്നു, സിറ്റുവേഷൻ ആയിരുന്നു എവിടെയെന്നുള്ളതാണ് മറ്റു ഡോക്ടർമാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടുന്നത്. അവിടെ ഇപ്പം നമ്മളിപ്പോൾ ആദ്യം കൺസൾട്ട് ചെയ്യുന്ന പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്നത് ആര്യ എന്ന് പറയുന്ന ആര്യ അന്തർജനം എന്ന് പറയുന്ന ഡോക്ടറാണ്. അതാണ് പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്ന ഡോക്ടർ. ആ ഡോക്ടറും പിന്നെ ആരതി എന്ന് പറയുന്ന ഡോക്ടറും ആണ്. ആശ എന്ന് പറയുന്ന ഡോക്ടറും ആരതി എന്ന് പറയുന്ന ഡോക്ടറുമാണ് പീഡിയാട്രിഷ്യനും പ്ലാസ്റ്റിക് സർജൻ്റെ ഡോക്ടർമാരുണ്ടായിരുന്നത്. അവർ സജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്. ആ ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് ഇപ്പം 2 ദിവസം കൊണ്ട് തന്നെ മുറിവ് പൂർണ്ണമായും ഉണങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു എമർജൻസി എന്തായിരുന്നു എന്നുള്ളതും അവിടെ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. സ്വാഭാവികമായിട്ടുള്ള മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങി ഒരു കല മാത്രം ഉള്ളതുപോലെ ആണ് ഇപ്പോൾ നമുക്ക് പോലീസിൻ്റെ ഇൻറ്റിമേഷൻ കാണുമ്പം മനസ്സിലാവുന്നത് അങ്ങനെ മാത്രമാണ്. പിന്നെ അവിടെ
അനസ്തേഷ്യ കൊടുക്കുന്ന സ്പോട്ടിൽ തന്നെ ഹൃദയാഘാതം സംഭവിച്ചു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അവർ പറയുന്നത് 1000-ൽ 10,000-ൽ ഒരാൾക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു തരത്തിലില്ല. ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങി എന്നല്ലാതെ അതിൻ്റെ ഒരു സീരിയസ്നെസ്സും രക്ഷിതാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ അങ്ങനെ ഒരു അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിനെ പറ്റി ബോധവാന്മാരാക്കാൻ വേണ്ടി അവർ നിന്നില്ല എന്നാണ് രക്ഷിതാക്കളും പറയുന്നത്. അതിൽ ഇങ്ങനെ കൊടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് കയറ്റി ഇങ്ങനെ പോയി തന്നെ അവിടെ റെഡ് അലേർട്ട് അടിക്കുക. എല്ലാ ഡോക്ടർമാരും വന്ന് ഹാർട്ട് അറ്റാക്കിന് ശേഷം CPR കൊടുത്ത് പൾസ് റീഗെയിൻ ചെയ്തു എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. എല്ലാം ഒരു നോർമൽ സിറ്റുവേഷനിലേക്ക് കുട്ടി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് കണ്ണൂരേക്ക് മാറ്റുക. ഇവർ തന്നെ ഹോസ്പിറ്റലായ BMHലേക്ക് കണ്ണൂരിലേക്ക് ഷിഫ്റ്റ് എമർജൻസി ആയിട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. അപ്പോൾ പോലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് അച്ഛൻ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇതിനൊക്കെ കൂടിയാണ് നിങ്ങൾ ഒപ്പിട്ട് തന്നത് എന്നുള്ള ഒരു തികച്ചും എന്താ പറയുക മനുഷ്യത്വരഹിതമായ സംസാരമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇവിടെ എത്തി നമ്മൾ ഇവിടെ അഡ്മിറ്റാക്കി ഇവിടെ എത്തിയപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞു കുട്ടിയുടെ അവസ്ഥ നല്ല സീരിയസ് ആണ്. 48 മണിക്കൂർ MRIക്ക് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റും, ബ്രെയിനിൽ എത്രത്തോളം ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു. നമ്മൾ അവിടെ പയ്യന്നൂർ ഡോക്ടർമാരോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അവർ ഒരു തരത്തിലും ഞായറാഴ്ച വൈകുന്നേരമാണ് ഇത് സംഭവം. തിങ്കളാഴ്ച രാത്രി നമ്മൾ തിങ്കളാഴ്ച 3 മണി മുതൽ അവിടെ സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. രാത്രി 11 മണിക്ക് ശേഷം മാത്രമാണ് അവർ സംസാരിക്കാൻ പോലും തയ്യാറായത്. അത് 48 മണിക്കൂർ MRI എടുത്ത ഡോക്ടർ പറഞ്ഞു 75% ബ്രെയിൻ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെന്റിലേറ്ററിലാണ് ഇത്രയും ദിവസം കുട്ടി കഴിഞ്ഞിരുന്നത്. ഇന്നലെ രാത്രിയോടെ വീണ്ടും ഹൃദയാഘാതം സംഭവിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനല്ല നമ്മളെ ഇത് പറയുന്ന ഈ ഒരു ചെറിയൊരു മുറിവിൻ്റെ പേരിൽ ഒരു 2 സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു മുറിവിൻ്റെ ഇതിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു മെഡിക്കൽ എന്താ പറയുക ഒരു ഡോക്ടർ 1000-ൽ ഒരാൾക്ക് പറ്റുന്ന സംഭവം അൺപ്രെഡിക്റ്റബിൾ സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇത് തള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ഒരു കുട്ടിക്കും ഉണ്ടാവാൻ പാടില്ല. അവർ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി? അവരെ ബിസിനസ് താല്പര്യങ്ങളാണോ, അവരെ എന്ത് താല്പര്യങ്ങളാണ് ഇങ്ങനെ ഒരു ഈ സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി എന്താണ് അവർ അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് നമുക്കറിയില്ല. ഇങ്ങനെ ഒരു ചെറിയൊരു മുറിവിന് പോലും പോകുന്ന ഒരു ഇതിൽ നമ്മൾ ബേബി മെമ്മോറിയലൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ഏറ്റവും ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഒരു മാതമംഗലം ആശുപത്രിയിൽ പോയാൽ 2 സ്റ്റിച്ച് ഇടണം. അവർ കുട്ടി ആയതുകൊണ്ട് നമ്മൾ മാതമംഗലം ബേബി പയ്യനൊരു ഹയർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ബേബി മെമ്മോറിയൽ ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിനെ അവരെ ബിസിനസ് താല്പര്യങ്ങളും മറ്റും കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു മുറിവ് കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് എത്തുന്നത് ഒരു തരത്തിലും നമുക്ക് ഒരു മനുഷ്യത്വരഹിതം തന്നെയാണ് പറയേണ്ടത്. അവർ അതിനെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ചെറിയൊരു എല്ലാവർക്കും കുട്ടികളാകുമ്പോൾ താടിക്ക് അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ഗുരുതരാവസ്ഥയിലായ 1.5 വയസ്സുകാരൻ മരണപ്പെട്ട സംഭവത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് കുഞ്ഞിന്റെ കുടുംബം